എല്ലാവർക്കും സ്വാഗതം. അലീന പൗലോസിനോട് പറയുന്നുണ്ടായിരുന്നു, പൗലോസേട്ടൻ ഇത്രയും വർഷം ഇവിടെ ജോലി ചെയ്തിട്ടും ഇവിടുത്തെ അടുക്കളയിൽ എത്ര ഭക്ഷണം വേണ്ടി വരും ഉണ്ടാക്കണമെന്ന് പൗലോസേട്ടന് അറിയത്തില്ലേ എന്ന് ചോദിക്കും. പൗലോസിന് അത് ഇഷ്ടാവുന്നില്ല കേട്ടോ. പൗലോസ് പറയാണ്, ഞാൻ കുറേ വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നെ പഠിപ്പിക്കാൻ വരല്ലേ എന്നും അറിയേ. അപ്പോൾ അലീന പറയുകയാണ്, ഞാനിവിടെ തുടർന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പൗലോസേട്ടൻ പഠിച്ചേ പറ്റുള്ളൂ. ഇനി എന്നെ വെല്ലുവിളിക്കാനാണെങ്കിൽ ഒന്നുകിൽ പൗലോസേട്ടൻ അല്ലെങ്കിൽ ഞാൻ ഇവരിൽ ഒരാൾ മാത്രമേ ഇവിടെ കാണത്തുള്ളൂ എന്ന് പറയും. അപ്പോഴേക്കും വല്യപ്പച്ചൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ മോളെ ഇവിടെ ഒരു വാക്ക് തർക്കുന്നത്? അപ്പോൾ അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ചെയ്യരുതെന്ന് ഞാൻ പൗലോസേട്ടനോട് പറയായിരുന്നു എന്ന് പറയുമ്പോൾ വല്യപ്പച്ചനും പൗലോസിനോട് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ഇത്രയും വിവരമില്ലേ, അതൊക്കെ ഇനിയെങ്കിലും ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് അലീനനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകട്ടോ, മോളൊന്നും ഇങ്ങോട്ട് വന്നേ, എനിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അലീനയോട് പറയുകയാണ് കേട്ടോ, മോളെ ഞാൻ പറയുന്നത്. അപ്പോഴേക്കും അലീന തന്നെ പറയട്ടോ, ഈ അടുക്കള കാര്യത്തിൽ ഇടപെടണ്ടെന്നല്ലേ എന്നിങ്ങനെ അലീന എന്നെ ചോദിക്കും. അപ്പോൾ അതന്നെ മോളെ, അവരൊക്കെ ഇങ്ങനെ നമ്മുടെ താഴെ ജോലി ചെയ്യുന്നവരാണ്, നമ്മൾ അവരോട് ഇങ്ങനെ തർക്കിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ ലെവലിലേക്ക്, ആ തറ ലെവലിലേക്ക് അങ്ങ് പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ കാണേണ്ട വിഷയമല്ല വല്യപ്പച്ച, ഞാൻ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇങ്ങനെ വേസ്റ്റ് ചെയ്യരുത് എന്നൊക്കെയാണ് പറഞ്ഞത്. അടുക്കളയിൽ എന്തുമാത്രം അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എവിടെയെല്ലാം എന്തെല്ലാം അഴിമതി നടക്കുന്നുണ്ടാവും എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോൾ വല്യപ്പച്ചൻ, മോൾ ഉദ്ദേശിച്ചത് എസ്റ്റേറ്റിലെ കാര്യമാണോ നോക്കിയേ. അപ്പോൾ അലീന അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വല്യപ്പച്ചൻ പറയുകയാണ്, മോള് ആ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട, ലാലിച്ചന് അത് ഇഷ്ടാവില്ല, മോള് ലാലിച്ചനോട് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് നിൽക്കാൻ നോക്കുക എന്ന് പറയുമ്പോൾ ലാലിച്ചനോട് ഒരു കോംപ്രമൈസും ഇല്ല എന്നാണ് അലീന പറയുന്നത്. ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല ലാലിച്ചൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വല്യപ്പച്ചൻ പറയുകയാണ്, ഇതാണ് പറയുന്നത്, പണ്ടുള്ളവർ പഴമക്കാർ പറയും, ഇങ്ങനെ വേലിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്തിടരുത് എന്നിങ്ങനെ പറയുമ്പോൾ ഞാനാണോ ആ പാമ്പ് എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോൾ, അല്ല മോളെ, ഇവിടുത്തെ ഈ പ്രശ്നങ്ങളെയാണ് ഞാൻ ഈ പാമ്പ് എന്ന് ഉദ്ദേശിച്ചത്, ആ പാമ്പ് അതിൻ്റെ വഴിക്ക് അങ്ങ് പോയിക്കോട്ടെ എന്നൊക്കെയാണ് കേട്ടോ വല്യപ്പച്ചൻ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അടുക്കളയിൽ ഭയങ്കര ചർച്ച നടക്കുകയാണ്. അലീന അതൊന്നും പറഞ്ഞത് പൗലോസിന് ഇഷ്ടമായിട്ടില്ല കേട്ടോ. പൗലോസ് പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ വന്ന ഒരു പെണ്ണ് പറയുന്നത് കേട്ട് ഞാനങ്ങ് ഇതാവാൻ നിൽക്കല്ലേ, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കേണൽ സാബിനോട് പോയി പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വന്ന പെണ്ണ് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ അടുക്കളയിലെ കാര്യങ്ങളൊന്നും മാറ്റാൻ പോകുന്നില്ല. എൻ്റെ അടുക്കള എങ്ങനെയാണോ ഇവിടെ ഞാൻ ഇങ്ങനെ തീരുമാനിക്കുന്നതും ഞാൻ ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ പൗലോസ് ഇവിടെ കാണത്തില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ വിനോദാണെങ്കിൽ പൗലോസിനെ എരികേറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ വന്നവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ശീലങ്ങളൊന്നും ഇങ്ങനെ മാറ്റി കൊടുക്കുകയും വിട്ടു കൊടുക്കുകയും ചെയ്യരുത് എന്നൊക്കെയാണ് കേട്ടോ വിനോദ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ടായിരുന്നു, വലിയ പ്രശ്നത്തിന് പോകണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എന്തായാലും കേണൽ സാബിൻ്റെ മോളല്ലേ, നോക്കിയും കണ്ടൊക്കെ നിന്നാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പൗലോസ് പറയാണ്, നിങ്ങൾ രണ്ടുപേരും കൂടെ നോക്കിയും കണ്ടൊക്കെ നിന്നോ, ഞാൻ എന്തായാലും എൻ്റെ അടുക്കളയിൽ എങ്ങനെയാണോ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് അങ്ങ് പോകും എന്നൊക്കെയാണ് കേട്ടോ പൗലോസ് പറയുന്നത്. അപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഇന്നലെ അവൾ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചില്ലല്ലോ ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുള്ളത്, നമ്മളെ ഭരിക്കാൻ വരും എന്നുള്ളത്. അപ്പോൾ ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി ഒരു വീട്ടിൽ യുദ്ധം ഉണ്ടാവാനും യുദ്ധം അവസാനിക്കാനും, അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ നിൽക്കാമെന്ന് പറയും. അത് പൗലോസിന് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ വിനോദും അതന്നെയാണ് പറയുന്നത്, പൗലോസേട്ടൻ ഇഷ്ടമുള്ള പോലെ ചെയ്തോ, ഒരു അണുവിട വിട്ടു കൊടുക്കരുത് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. എന്തായാലും അലീന പറഞ്ഞ പോലെ അവിടെ നിൽക്കത്തില്ല. പൗലോസിൻ്റെ അടുക്കളയിൽ പൗലോസ് ഇതുവരെ നടത്തി പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ പൗലോസ് അവിടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ആൻ്റപ്പനാണെങ്കിലും വിനോദിനോട് ചോദിക്കുന്നുണ്ട്, നീ വെറുതെ അയാളെ മൂപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന്. അപ്പോൾ ഞാനെന്ത് മൂപ്പിച്ചു, ഞാനിങ്ങനെ കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ, അവൾക്ക് വേണ്ടിയിട്ട് എന്തായാലും അത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും നമുക്ക് നോക്കാമെന്ന് അറിയും കേട്ടോ. പിന്നീട് നമ്മുടെ പൗലോസ് ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ ചെന്ന് സ്റ്റാലിനോട് വിഷമം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പൗലോസേ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്കൊരു സങ്കടം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ, പൗലോസ് ഇത്രയും കാലം ഇവിടെ സന്തോഷത്തോടു കൂടിയല്ലേ ജോലി ചെയ്തിരുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇതുവരെ അങ്ങനെയായിരുന്നു, പക്ഷേ സാറിൻ്റെ മോള് വന്ന ശേഷം എൻ്റെ കൈ കെട്ടിയിട്ടിരിക്കുകയാണ്, എന്നോട് ആ കൊച്ചിന് എന്തോ ദേഷ്യമുള്ള പോലെയാണ്, അപ്പോൾ ഞാൻ ചെയ്യുന്നതൊന്നും ആ കൊച്ചിന് ഇഷ്ടമാവുന്നില്ല, അതുപോലെ തന്നെ പ്രശ്നങ്ങളാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ കാര്യം, അലീന എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ കുറച്ച് കേടായ പച്ചക്കറിയും സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ മാറ്റി വെച്ചിരുന്നു, അപ്പോൾ അതൊന്നും കളയരുത് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ മീനിൻ്റെ തലയും വാലും കളയരുത്, കോഴിയുടെ കാല് വെട്ടരുത് എന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോൾ ആ കൊച്ചു അനാഥാലയത്തിൽ അതൊക്കെ വെട്ടിപ്പുഴുങ്ങിയായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക, പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ, സാറിന് നല്ല നീറ്റായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരണ്ടേ, ഞാൻ ഇതുവരെ അങ്ങനെയല്ലേ തന്നിരുന്നത് എന്ന് സ്റ്റാൻലിനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയാണ്, അത് ഇനിയും അങ്ങനെ തന്നെ മതി, ആരെന്തൊക്കെ പറഞ്ഞാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് കുക്ക് ചെയ്താൽ മതി എന്ന് പറയൂ കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ പൗലോസ് പറയുകയാണ്, അരിയും സാധനങ്ങളൊക്കെ കുറഞ്ഞ വിലയുടേത് വാങ്ങിച്ചിട്ട് അതും ഇങ്ങനെ പിശുക്കിയെടുത്ത് ഉണ്ടാക്കണം എന്നൊക്കെയാണ് ആ കുട്ടി പറയുന്നത് എന്ന് പറയുമ്പോൾ, അലീന അങ്ങനെയും പറഞ്ഞു എന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെയും പറഞ്ഞു, ഞാൻ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ചിലപ്പോൾ ഭക്ഷണം മിച്ചം വരുന്നത് വേസ്റ്റ് ബാസ്ക്കറ്റിലിടും, അത് ഇവിടെ അടിച്ചു വരാൻ വരുന്ന ആ സ്ത്രീ അവരുടെ പട്ടിക്ക്
പട്ടിക്ക് കൊടുക്കാനായിട്ട് എടുത്തു കൊണ്ടുപോകും, അതും കൊടുക്കരുത് എന്നൊക്കെയാണ് ആ കൊച്ചു പറയുന്നത്. ആഹാരം മിച്ചം വന്നാൽ ഇവിടുത്തെ ജോലിക്കാർ കഴിച്ചോണം, അല്ലെങ്കിൽ ഇവിടുത്തെ പട്ടിക്ക് കൊടുത്തോണം എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അങ്ങനെയൊന്നും ശീലമില്ല എന്ന് പൗലോസ് പറയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വല്ല പിശുക്കൻ്റെ വീട്ടിൽ കുക്കായിട്ട് നിന്നാൽ പോരെ, സാറിൻ്റെ കൂടെ കുക്കായിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് അവിയലിലെ സാമ്പാറിലെ കഷ്ണങ്ങളെടുത്ത് അവിയൽ ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെയാണ് കേട്ടോ പൗലോസ് പറയുന്നത്. സാർ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ, ഞാനിവിടുന്ന് പോകണമെങ്കിൽ പോയിക്കോളാം, എനിക്ക് ജോലി അറിയാവുന്നതുകൊണ്ട് പിന്നെ ജോലി കിട്ടാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ അത് ഞാൻ അലീനയോട് സംസാരിച്ചോളാം, അല്ലെങ്കിൽ ആ കുട്ടീനോടൊന്ന് സാറ് സംസാരിക്കണം, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവളോട് സംസാരിച്ചോളാം, പൗലോസിൻ്റെ ജോലി പോയി ചെയ്തോ എന്ന് പറയേ. അപ്പോൾ പൗലോസ് വീണ്ടും എടുത്തു വയ്ക്കുകയാണ്, ഇതുവരെ ചെയ്തിരുന്ന പോലെ ചെയ്താൽ പോരെ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അതേന്ന് പറയും. അപ്പോൾ പോലീസിന് ഭയങ്കര സന്തോഷമായി കേട്ടോ. സാറ് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു ടെൻഷനും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി അങ്ങ് ഇറങ്ങിപ്പോവേ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഈ കുട്ടിയുടെ ഒരു കാര്യം എന്നിങ്ങനെ പറയും കേട്ടോ. പിന്നീട് രാത്രിയാണ്. അലീന ബെഡ്റൂമിലിരിക്കുന്ന സമയത്ത് സ്റ്റാൻലി അങ്ങോട്ടേക്ക് വരും, അലീന എന്ന് വിളിച്ചുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ അലീന അവിടെ നിന്ന് എണീറ്റിട്ട് ബെഡിലിരിക്കുകയായിരുന്നു. അപ്പോൾ എണീറ്റ് സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, അപ്പോൾ വഴക്ക് കേൾക്കാനെന്ന് പറയട്ടെ. അപ്പം നിനക്കറിയാം നീ ചെയ്തത് തെറ്റാണെന്ന് അറിയാലേ എന്ന് ചോദിക്കുമ്പോൾ പൗലോസേട്ടൻ ഞാൻ ചെയ്തതല്ല തെറ്റ്, പൗലോസേട്ടൻ ചെയ്തതാണ് തെറ്റെന്ന് പറയും. അപ്പോൾ എന്നെ വെറുതെ കൺഫ്യൂഷൻ ആക്കല്ലേ, അപ്പോൾ നീ എന്തിനാ വെറുതെ അടുക്കളയിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ പൗലോസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുതരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ എനിക്ക് അടുക്കളയിലേക്ക് പോകാൻ എന്താ പറ്റത്തില്ല, ഇവിടെ ചില മുറികളിൽ കയറാൻ പാടില്ല എന്ന് വല്ല വിലക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇതെൻ്റെ വീടാണ്, നിനക്ക് എവിടെ വേണമെങ്കിലും കയറി ഇറങ്ങുകയും ചെയ്യാം, പക്ഷേ നീ എന്തിനാ അങ്ങനെ മറ്റുള്ളവരുടെ ജോലി തടസ്സപ്പെടുത്തുന്നത് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ കൂടുതൽ ഭക്ഷണം വേസ്റ്റ് ആക്കരുത് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ അലീന പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൗലോസ് വന്ന് ഇങ്ങനെ വിഷമം പറഞ്ഞ കാര്യമൊക്കെ സ്റ്റാൻലി അവളോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പൗലോസ് അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഓ അങ്ങനെയും പറഞ്ഞു, അത് അയാളുടെ വിവരക്കേടാണ്, എങ്ങനെയാണെങ്കിലും ഞാനും പൗലോസേട്ടനും എന്നും അവിടെ അടിയായിരിക്കും എന്ന് പറയേ. അപ്പോൾ അത് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അയാളുടെ ജോലി തന്നെ കളയും എന്ന് പറയുമ്പോൾ ആർക്കാ അങ്ങനെ പൗലോസിനെ ഇവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള അധികാരം, ഞാനാണ് അയാളെ ഇവിടെ ജോലിക്ക് വെച്ചത് എന്നിങ്ങനെ സ്റ്റാൻലി പറയുകയാണ് കേട്ടോ. അപ്പോൾ ആരും ഇവിടുന്ന് ഇങ്ങനെ പിരിച്ചുവിടുന്നല്ല പറഞ്ഞത്, അയാളായിട്ട് തന്നെ അയാളുടെ ജോലി കളയുന്നതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വല്യപ്പച്ചനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് വല്യപ്പച്ചൻ പറയുകയാണ്. അപ്പോൾ അലീന, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, നീ വെറുതെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അപ്പോൾ ഇവിടെ ഇത്രയും കാലം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറയും. ഇതിൻ്റെ ഇടയിൽ പൗലോസ് അവിടെ നിന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്രയും കാലം പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷേ അത് കാണാൻ ഇവിടെ ഉള്ളവർക്ക് കണ്ണില്ലായിരുന്നു എന്നാണ് എന്നിങ്ങനെ അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ ഞാൻ പറയുന്നത് ആദ്യം അനുസരിക്കുക, അതാണ് വേണ്ടത് എന്നിങ്ങനെ അലീനയോട് പറയുമ്പോൾ അതെ അത് ഞാൻ അനുസരിക്കുന്നുണ്ടല്ലോ, പക്ഷേ ഞാൻ പറയുന്നത് പപ്പയും കേൾക്കണം, പപ്പയ്ക്കും അതിനുള്ള കടമയുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അത് ശരിയാണെന്ന് വല്യപ്പച്ചൻ പറയുകയാണ്, അവൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാനുള്ള കടമയും നിനക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ ഇങ്ങനെ തുടർന്ന് പോകുന്നതാണ് അടുത്തതായിട്ട് സ്റ്റാൻലി ചോദിക്കുന്നത്. അപ്പോൾ അലീന തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ പാക്ക് ചെയ്തോട്ടെ, എന്നെ കുളത്തൂപ്പുഴ സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടാൽ മതി, അല്ലെങ്കിൽ അതും വേണമെന്നില്ല, വല്യപ്പച്ചൻ പുനലൂർക്ക് പോകുമ്പോൾ എന്നെ അവിടെ ഇറക്കി വിട്ടാൽ മതി എന്ന് പറയും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ ദേഷ്യപ്പെട്ട്. അപ്പോൾ വല്യപ്പച്ചൻ പറയുകയാണ്, അവന് ദേഷ്യമായി എന്നാണ് തോന്നുന്നതെന്ന്. അപ്പോൾ എനിക്കും ദേഷ്യം തന്നെയാണ് എന്നിങ്ങനെ പറയും. അവൻ്റെ പിണക്കം നമുക്ക് അവൻ്റെ പിണക്കൊക്കെ പെട്ടെന്ന് മാറുമെന്ന് എന്നിങ്ങനെ വല്യപ്പച്ചൻ പറയുമ്പോൾ എൻ്റെ പിണക്ക് അങ്ങനെയൊന്നും മാറത്തില്ല എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ ബെഡിൽ അങ്ങ് ഇരിക്കും കേട്ടോ. അപ്പോൾ വല്യപ്പച്ചൻ പറയുകയാണ്, ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നുണ്ട്, രാവിലെ എസ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് സ്റ്റാൻലി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വല്യപ്പച്ചൻ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എവിടേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ എസ്റ്റേറ്റിലേക്കാണെന്ന് പറയും. അപ്പോൾ അലീന കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറയുമ്പോൾ അവൾ വരത്തില്ല, അവൾ പിണക്കത്തിലാണെന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ആ പിണക്കം മാറ്റാനാണ് എസ്റ്റേറ്റിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചത്, പുറത്ത് ഇറങ്ങുമ്പോൾ ഒന്ന് ഫ്രഷ് ആയിക്കോളും മനസ്സൊക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പച്ചനോട് പോയിട്ട് വിളിച്ചുകൊണ്ടുവരാൻ പറയും. അപ്പോൾ ഞാൻ പോയി ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ അവിടെ നിന്ന് പോവേ. സ്റ്റാൻലി ആണെങ്കിൽ അപ്പച്ചൻ വരുന്ന വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പച്ചൻ വരുമ്പോൾ അലീന വരുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയട്ടെ, അവളെ പിണക്കത്തിലാണെന്ന് പറഞ്ഞില്ലേ എന്ന് പറയും. എന്നാൽ അപ്പച്ചൻ കയറിക്കോ എന്ന് പറയും. അപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറയട്ടെ വല്യപ്പച്ചൻ. അപ്പോൾ രണ്ടുപേരും കൂടെ എന്നോട് മത്സരിക്കുകയാണോ എന്ന് ചോദിക്കും സ്റ്റാൻലി. അപ്പോൾ നിന്നോട് മത്സരിക്കാനുള്ള പ്രായമാണോ ഇപ്പോൾ എനിക്ക്, മത്സരിക്കാൻ പറ്റുന്ന പ്രായത്തിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണല്ലോ ഞാനിപ്പോൾ ഈ കിടന്ന് അനുഭവിക്കുന്നതെന്ന് സ്റ്റാൻലി പറഞ്ഞിട്ട് ഭയങ്കര സ്പീഡിൽ അങ്ങ് വണ്ടി എടുത്തുകൊണ്ട് പോകും കേട്ടോ. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു, എന്നാ ഒരു പോക്ക, കുറേ പെട്രോൾ പോകുന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല എന്ന് പറയട്ടെ വല്യപ്പച്ചൻ. അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ വിനോദ്
മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വരുന്നുണ്ട്. മീനും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. എന്നിട്ട് മീനൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. 300 എത്രയുണ്ട് കേട്ടോ ആ മീന്. ഇന്നലെ 2,800 ഇന്ന് അതിലും വലിയ മീനാണ് കേട്ടോ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് നല്ല ഫ്രഷ് അല്ലേടാ എന്നൊക്കെ പൗലോസ് ചോദിക്കുമ്പോൾ അതേന്ന് ഞാൻ നോക്കിയിട്ടാണ് വാങ്ങിച്ചതെന്ന് പറയും. അപ്പോഴേക്കും ആ പുറം പണിക്ക് വരുന്ന ആ സ്ത്രീ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജോലി കഴിഞ്ഞോ എന്ന് ചോദിക്കുക, ഇവിടെ എന്തെങ്കിലും സഹായിക്കണോ എന്നൊക്കെ ആ സ്ത്രീ വന്നിട്ട് ചോദിക്കുമ്പോൾ ആ മീനൊന്ന് വെട്ടിയേക്കുക എന്ന് പറയും കേട്ടോ പൗലോസ്. അപ്പോൾ വിനോദ് പറയുകയാണ്, ചിലപ്പോൾ അലീന ചെക്കിങ്ങിന് വരും, ആ സമയത്ത് എടുത്ത് വെച്ച് വെട്ടിയാൽ തലയും വാലും ഒക്കെ കുറച്ചങ്ങ് കയറ്റി വെട്ടിക്കോണം, അത് കണ്ടിട്ട് അവൾക്ക് കുരു പൊട്ടണം, നമ്മളെ ചൊറിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ടും ചൊറിയണം എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴേക്കും കറക്റ്റ് അലീന വരുന്നുണ്ട് കേട്ടോ. അലീന വന്ന് അവിടെ അങ്ങനെ നിൽക്കേ. അപ്പോൾ വിനോദ് പറയുകയാണ്, ആ മീനങ്ങ് വെട്ടിയേക്ക് പൗലോസേട്ടാ, ഇനിയിപ്പോൾ അത് ചീത്തയായി പോകണ്ടെന്ന് പറയും. അപ്പോഴേക്കും പൗലോസ് കറക്റ്റായിട്ട് ആ മീൻ വെട്ടാനായിട്ട് അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ വിനോദ് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ തൂക്കമൊന്നും കുറഞ്ഞു പോവല്ലേ കേട്ടോ പൗലോസേട്ടാന്നിങ്ങനെ വിനോദ് പറയുമ്പോൾ അലീനയ്ക്ക് മനസ്സിലായി അത് അലീനേനെ കളിയാക്കാൻ പറഞ്ഞാണെന്ന്. അപ്പോൾ അലീന ഇങ്ങനെ ഒരു പുച്ഛിച്ചൊരു ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് അതിൻ്റെ പേരിൽ അവിടെ വലിയ പ്രശ്നം തന്നെ നടക്കുന്നുണ്ട് അടുക്കളയിൽ. അത് ചോദ്യം ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റാൻലി അലീനയുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ ഊണുമേശയിൽ ഒരുപാട് വിഭവങ്ങളോട് കൂടിയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്, അതിൽ എത്ര മിച്ചം വരുന്നു ഒന്നൊന്നും ഞാൻ നോക്കാറില്ല, അതിൻ്റെ കണക്ക് നോക്കാറില്ല എന്ന് പറയുമ്പോൾ അലീന പറയുകയാണ്, പപ്പ ഇവിടെ ഇങ്ങനെ ഭക്ഷണം അങ്ങനെ കളയുന്ന സമയത്ത് അവിടെ കഴക്കൂട്ടത്ത് ഓർഫനേജിൽ എച്ചിലെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാൻലിക്കും അത് ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്.